സ്റ്റാൻലി സർ, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരാമർശിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അത് കേട്ട് നമ്മുടെ രാജ്യം തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം ഹൈക്കോടതി തന്നെ തുറന്നു ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ താജ്മഹലും ചെങ്കോട്ടയും എന്തിനേറെ പറയുന്നു നിയമസഭ വരെ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കേണ്ടി വരുമല്ലോ എന്നുള്ളത്. അപ്പോൾ കോടതി തന്നെ തുറന്നു പറയുകയാണ്, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭൂമിയെല്ലാം വഖഫ് ഭൂമിയാക്കി മാറ്റാൻ കഴിയില്ല. അത്തരത്തിലാണ് നിങ്ങൾ പറയുന്നത് എന്ന് കോടതി തന്നെ തുറന്നു പറയുന്നു. അപ്പോഴും അവിടെ ഉയർന്ന ചോദ്യം, ഈ വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ കൂട്ടർക്ക് വേണ്ടി, അതായത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പ്രത്യേക മതവിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കൂടെ നിന്ന ചില രാഷ്ട്രീയക്കാരുണ്ട്. നമ്മുടെ MLA മാരായാലും MP മാരായാലും ഒക്കെ. അത് ഹിന്ദു മതത്തെ പ്രതിനിധീകരിക്കുന്നവരുണ്ട്, ക്രിസ്ത്യൻ മതത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇക്കൂട്ടർ ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറഞ്ഞു വെച്ചത് ഈ കൂട്ടർക്കൊക്കെ ഒരു കുട പിടിക്കുന്ന രീതിയായിരുന്നു. അവർ പറയുന്നതാണ് കാര്യം, ഇതെല്ലാം വഖഫ് ഭൂമിയാണ് എന്ന്. അക്ഷരാർത്ഥത്തിൽ ഹൈക്കോടതി ഇതെല്ലാം പൊളിച്ചെഴുതുകയല്ലേ. എന്താണ് യഥാർത്ഥത്തിൽ വഖഫ് ഭൂമി, ഏതൊക്കെയാണ് വഖഫ് ഭൂമി, മുനമ്പത്തേതിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതി എടുത്തിരിക്കുന്ന കഴിഞ്ഞ ദിവസത്തെ ആ നിലപാട്, അത് ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് മുന്നിൽ, നമ്മുടെ ചില രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ വ്യക്തമായ ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു സത്യം എന്താണെന്ന് തുറന്നു കാണിക്കുകയല്ലേ കോടതിയുടെ ചില നിലപാടുകൾ. ഒപ്പം സ്റ്റാൻലി സാർ ഇതിനെ എങ്ങനെ വിലയിരുത്തും? എന്റെ ചോദ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ ഉൾപ്പെടെ ഈ വകുപ്പിലുള്ള ഇടപെടലുകളെ. അതായത് കേരള ഹൈക്കോടതിയുടെ ഈ വിധി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 1400 വർഷമായിട്ട് ജിഹാദി നടത്തിയ കൊള്ളയടിക്കലുകളെയും മറ്റുള്ളവരുടെ പറമ്പും വീടും കൈവശപ്പെടുത്തുന്നതിനെയും കൃത്യമായി തുറന്നു കാണിച്ചിരിക്കുകയാണ്. ടക്കിയ കൊള്ളയടിച്ച് സമ്പാദിച്ചിട്ട് അതിൽ നിന്ന് ദാനം കൊടുക്കുന്നു, രക്ഷപ്പെടുന്നു, വക്കഫാക്കുന്നു എന്നൊക്കെയുള്ള പല ടെക്നിക്കൽ നെയിമുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു മതക്കാരുടെയും മറ്റാൾക്കാരുടെയും ഗവൺമെന്റിന്റെയും പട്ടാളത്തിന്റെയും റെയിൽവേയുടെയും ആർക്കിയോളജി വകുപ്പിന്റെയും എല്ലാ ഭൂമിയും കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു പരിപാടി. പാകിസ്ഥാനും ബംഗ്ലാദേശും വിഭജിച്ചു കൊടുത്തിട്ടും പിന്നീട് ഇവിടെ താമസിച്ചവര് ഇവിടെയുള്ളിടം വീണ്ടും വക്കഫാക്കാനുള്ള പരിപാടികളാണ്. നെഹ്റുവിന്റെ വക്കഫ് നിയമം, ഇന്ദിരാഗാന്ധിയുടെ സെക്കുലർ നിയമം, രാജീവ് ഗാന്ധിയുടെ നിയമങ്ങള്, മൻമോഹൻ സിംഗിന്റെ നിയമങ്ങള്, പിന്നെ PV നരസിംഹറാവുവിന്റെ നിയമങ്ങള്, കോൺഗ്രസ്, ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവര് 3 പേരും ചേർന്ന് ഇന്ത്യയെ പാകിസ്ഥാനാക്കുവാനും വക്കഫാക്കുവാനും ഇവിടുത്തെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സിഖുകളുടെയും ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും എല്ലാം ഭൂമി പിടിച്ചടക്കുവാൻ വേണ്ടി ഇവരുണ്ടാക്കിയ എല്ലാ കള്ളത്തരങ്ങളും ഹൈക്കോടതി ഒരു കുഞ്ഞു സൂചി കൊണ്ട് അങ്ങ് കുത്തിപ്പിടിച്ചു. ഇവര് വീർപ്പിച്ചുകൊണ്ട് വന്ന ആ വലിയ ബലൂൺ, അതിഭീമാകാരമായ വക്കഫ് ബലൂൺ, ഹൈക്കോടതി ഒരു കുഞ്ഞു സൂചി കൊണ്ട് അങ്ങ് കുത്തിപ്പിടിച്ചു. അപ്പം ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായി. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് വലിയൊരു കൊള്ളസംഘമാണ്, UAPA ക്രൈമാണ്, ആ ഒരു ആസൂത്രിത കൊള്ളസംഘം. ആ കൊള്ളസംഘം ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തത്? ജിഹാദികൾക്ക് വേണ്ടി. ആരൊക്കെയാണ് ഈ കൊള്ളസംഘത്തിൽ ഉണ്ടായിരുന്നത്? കേരളത്തിലെ UDF, കേരളത്തിലെ LDF, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കേരള കോൺഗ്രസ്, മീഡിയകൾ, കേരളത്തിലെ എല്ലാ മീഡിയകളും ഈ വിധി വന്നിട്ട് അന്തിച്ചർച്ചയില്ല, അന്തിച്ചർച്ച നമുക്ക് മാണ്ട എന്നാണ് കേരളത്തിലെ മീഡിയ പറയുന്നത്. കഴിഞ്ഞ 1 വർഷം വക്കഫിന്റെ പരിശുദ്ധി, ജിഹാദിയുടെ പരിശുദ്ധി, ജിഹാദിയുടെ സ്നേഹം, മറ്റു മതസ്ഥരോടുള്ള സ്നേഹം, സെക്കുലറിസം, ഇതെല്ലാം നാട്ടുകാരെ പഠിപ്പിച്ച ഏഷ്യാനെറ്റ്, മലയാള മനോരമ, മാതൃഭൂമി, റിപ്പോർട്ടൻ, 24, മീഡിയ 1, സുഡാപ്പി 1, അങ്ങനെ കേരളത്തിലെ ചപ്പുചവറ് ചാനലുകൾ എല്ലാം വക്കഫിന് വേണ്ടി പോരാടുകയായിരുന്നു. ഹൈക്കോടതി വിധി വന്നപ്പം മിണ്ടാട്ടമില്ല. പ്രധാന ശ്വാനിയുടെയും പ്രധാന പരുത്തിക്കുരുവിന്റെയും ഒക്കെ വായിൽ ഏത്തപ്പഴമാണ്, യാതൊന്നും മിണ്ടാനില്ല. കാരണം ഇത് ഇനി ഒരു കാര്യം, ഓക്കെ, കോടതി വിധിയും മറ്റെല്ലാം അവിടെ നിൽക്കട്ടെ, വക്കഫ് കൊള്ളസംഘമാണെന്ന് കേരളത്തിലെ ഈ 1 കോടി ജിഹാദികൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ഈ 1 കോടി ജിഹാദികളിൽ ആരെങ്കിലും ഒരാള് സത്യം പറഞ്ഞോ? ഇല്ല, ഒരാൾ പോലും സത്യം പറഞ്ഞില്ല. അതിൻ്റെ അകത്ത് ജഡ്ജി ഉണ്ട്, IPS ഉണ്ട്, IAS ഉണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, എല്ലാ പ്രൊഫഷനിലും പെട്ട അതീവ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് ഒത്തിരി പേരുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് പറയായിരുന്നു ഇത് മൊത്തം കള്ളത്തരമായിരുന്നു, ഇത് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും ഭൂമി തട്ടിയെടുക്കാനാണ്, അവലും വല്ലൊരു കുന്തിരിക്കം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, കേരളത്തെ മാപ്പിളസ്ഥാനാക്കാൻ വേണ്ടിയാണ്, ISIS ആസാദ് കേരളം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, കട്ടിംഗ് സൗത്തിന് വേണ്ടിയാണ്, ആരേലും പറഞ്ഞോ? ഇല്ല. അല്ല, എല്ലാവരും ഇത് പരമപരിശുദ്ധമാണ്. സിദ്ദിഖ് സേട്ടിന് രാജാവ് കൊടുത്തു, സിദ്ദിഖ് സേട്ട് ദാനം ചെയ്തു. ഒന്നുമില്ല, സിദ്ദിഖ് സേട്ടിന് 1 സെന്റ് ഭൂമി പോലും അവിടെ ഇല്ലായിരുന്നു. രാജാവിന് പാട്ടത്തിന് കൊടുത്ത ഭൂമി വ്യാജമായിട്ട് കൈവശപ്പെടുത്തി അതിൽ നിന്ന് ആധാരം ഉണ്ടാക്കി കംപ്ലീറ്റ് ഫ്രോഡാണ്, A to Z ഫ്രോഡാണ്. അപ്പൊ ഇതിലും വലിയൊരു ദുഷ്ടത അവിടുത്തെ പാവപ്പെട്ട ക്രിസ്ത്യാനി ഇത് ചൂണ്ടിക്കാണിച്ചപ്പം ആ ഭൂമി അവർക്ക് കൊടുക്കേണ്ടതിന് പകരം LDF-ഉം UDF-ഉം കൂടി അത് നിയമ നൂലാമാലകളിലാക്കി അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. മാത്രമല്ല അവിടുത്തെ MP MLA ഒക്കെ അവരോട് പറയുന്നത്, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കൊടുത്തോ, നിങ്ങൾ ഈ ഭൂമി
ഇതൊക്കെ തങ്ങൾ ഇടപെട്ട കേസാ, ലീഗ് ഇടപെട്ട കേസാ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഏറ്റുമുട്ടാൻ നിന്നാൽ തകർന്നു പോകും, നിങ്ങൾക്ക് ഒരു 2 സെന്റ് ഭൂമി സഖിപർവ്വതത്തിന്റെ മണ്ടേ തന്നേക്കാം, അവിടെ പോയി കുടിലും കെട്ടി കിടന്നു, കുഴപ്പമില്ല, നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കുക ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ. പിന്നെ വേറെ കോൺഗ്രസ്സുകാരുടെ നിർദ്ദേശം അതിലും രസം, നിങ്ങളെ ഇത് വക്കഫാണെന്ന് സമ്മതിച്ച് സറണ്ടർ എഴുതി കൊടുക്കുകയാണെങ്കിൽ തങ്ങളും വക്കഫ് ബോർഡും ഒക്കെ നിങ്ങൾക്ക് ഒരു വാടക ചീട്ട് തരും, നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയിലെ നിങ്ങളെ ആരും ഇറക്കി വിടത്തില്ല കേട്ടോ, നിങ്ങൾ മാസം വാടക അങ്ങ് കൊടുത്തേച്ചാൽ മതി, അവര് പറയുന്ന വാടക അങ്ങ് കൊടുത്തേച്ചാൽ മതി. എത്ര എത്ര അപമാനകരമായ കാര്യമാണ് അവർ പറഞ്ഞത്. കേരളത്തിലെ എല്ലാ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുഖത്തടിക്കുകയാണ് ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് കേരള ഗവൺമെന്റും പ്രതിപക്ഷവും വഖഫ് ബോർഡും ജിഹാദിയും തങ്ങളും ലീഗും എല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും മുഖത്തടിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പൊ ഹൈക്കോടതി പറയുന്നു അവർക്കൊരു അവകാശവും അവിടെ ഇല്ല, വഖഫിനോ വഖഫ് ബോർഡിനോ ജിഹാദിക്കോ അവിടെ ഒരു അവകാശവും ഇല്ല. അത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഭൂമിയാണ്, അതിപ്പോ സ്റ്റേറ്റിന്റെ ആണ്, അത് അവിടെ കുടിയെടുപ്പ് അത് പിന്തുടർച്ച അവകാശമായിട്ട് കിട്ടിയും എഴുതി വാങ്ങിച്ചും വന്നിരിക്കുന്ന അവിടെയുള്ള ആൾക്കാരുടെയാണത്. അത് അവിടെയുള്ള SNDP കാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ആൾക്കാരുടെയാണ് അവിടുത്തെ ഭൂമി. അപ്പൊ ഈ കഴിഞ്ഞ 1995 തുടങ്ങി കഴിഞ്ഞ 30 വർഷം ഇവരെ പീഡിപ്പിക്കുകയും കഴിഞ്ഞ 12 വർഷമായിട്ട് ഇവരെ അവിടെ ഇറക്കി വിടാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കുള്ള ഒരു വലിയ തിരിച്ചടിയാണിത്. അവിടെ വലിയ ഇന്റർനാഷണൽ പ്രതിനിധി സംഘം വരുന്ന പോലെ SDPIയുടെ പ്രതിനിധി സംഘം വരുന്നു, PFIയുടെ പ്രതിനിധി സംഘം വരുന്നു, ലീഗിന്റെ പ്രതിനിധി സംഘം വരുന്നു. ഇവർക്ക് അവിടെ എന്താ റോള്? ഇവരുടെ അപ്പം കണ്ട ഭൂമിയാണോ അത്? ജിഹാദിയുടെ അപ്പം കണ്ട ഭൂമിയാണോ അത്? അത് അധ്വാനിച്ച് അവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മേടിച്ച ഭൂമിയാണ്. അപ്പൊ ഇത് വെറുതെ വ്യാജമായിട്ടൊരു ആരോപണം ഉന്നയിച്ചിട്ട് വ്യാജമായിട്ട് അത് കൈയേറുന്നു. ഇത് കൊള്ളസംഘമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് തുറന്ന് കാണിക്കപ്പെടേണ്ട വേറെ കുറെ ആൾക്കാരുണ്ട്. ഈ ജിഹാദിക്ക് തന്നെ ഈ അഭ്യാസം സാധ്യമായിരുന്നില്ല. ജിഹാദിക്ക് ഇതിനു വേണ്ടി ചൂട്ടുപിടിച്ചത് കേരളത്തിലെ 8 MP മാര്, ക്രിസ്ത്യൻ MP മാര്, 20ഓളം ഹിന്ദു MP മാര്, കേരളത്തിലെ 30ഓളം ക്രിസ്ത്യൻ MLA മാര്, 90ഓളം ഹിന്ദു MLA മാര്. ഇതിന്റെ അകത്ത് ഹിന്ദു MLA-രുടെ കാര്യങ്ങൾ ഹിന്ദുക്കൾ പറയട്ടെ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയും ഈ രാജ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് ഈ കേരളത്തിലെ 8 ക്രിസ്ത്യൻ MP-മാരുടെയും 30 MLA-മാരുടെയും കുടുംബങ്ങളെയും അവരെയും തകർക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവർ പുഴുത്ത് ചാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ വീട്ടിൽ ഒരിക്കലും മാനസാന്തരം വരരുത്, അവരും അവരുടെ സന്തതി പരമ്പരകളും ഇല്ലാണ്ടാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ കാരണം അത്രയും വലിയ വഞ്ചനയാണ് അവർ ഈ പാവപ്പെട്ട മുക്കവരോടും ക്രിസ്ത്യൻ സമുദായത്തോടും ക്രിസ്ത്യാനികളോടും ഈ രാജ്യത്തോടും ഇവർ ചെയ്തിരിക്കുന്നത്. ഈ കൊള്ളക്കാരായ വഖഫുകാരുടെ കൂടെ എങ്ങനെയാണ് കേരളത്തിലെ 8 ക്രിസ്ത്യൻ MP-മാര് ചേർന്നത്? എങ്ങനെയാണ് കേരളത്തിലെ 30 ക്രിസ്ത്യൻ MLA-മാര് ചേർന്നത്? എന്ന് മാത്രമല്ല, ഇപ്പം LDF-ലും UDF-ലും ഉള്ള ക്രിസ്ത്യാനികൾ ഈ ഹൈക്കോടതി വിധി വന്നിട്ട് പോലും പിന്നെയും വഖഫിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്ക് ജിഹാദിയുടെ വോട്ട് വേണം, പഞ്ചായത്ത് ഇലക്ഷനിൽ പാകിസ്ഥാൻ വഖഫിന്റെ വോട്ട് വേണം. അപ്പൊ ഇപ്പോൾ പോലും ഇത്രയായിട്ട് പോലും കേരള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ക്രിസ്ത്യൻ MLA-മാരും MP-മാരും അവരുടെ അനുയായികളും ഈ പഞ്ചായത്തിലോട്ടും കോർപ്പറേഷനിലോട്ടും ഒക്കെ മത്സരിക്കുന്നവര് ഇപ്പോഴും വഖഫിന്റെ കൂടെ നിൽക്കുകയാണ്. ഇത് വലിയ തിന്മയാണ്. ഇത് ക്രിസ്ത്യാനിയുടെ നിയമം അനുസരിച്ച് 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. കള്ളസാക്ഷി പറയരുതെന്നുള്ള 8-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. ഇതെല്ലാം കൃത്യമായിട്ട് KCBC-യും CBCIയും കേരളത്തിലെ 500ഓളം മെത്രാന്മാരും എക്യൂമെനിക്കൽ ചർച്ചസും കൃത്യമായിട്ട് MLA-മാരോടും MP-മാരോടും പറഞ്ഞതാണ് ഈ വഖഫ് തെമ്മാടിത്തരമാണ്, വഖഫ് ചെകുത്താനാണ്, അതുകൊണ്ട് ഇത് വഖഫ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഈ പപ്പു ഖാന്റെ മുഹമ്മദ് ഖാ ദൂഖാൻ എന്ന് പറയുന്നത് വെറും കള്ളത്തരമാണ്. നരേന്ദ്രമോദിയുടെ ബില്ലിനെ പിന്തുണയ്ക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെയും BJP-യുടെയും ബില്ലിനെ പിന്തുണയ്ക്കുക, അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും ഇവരാരും ചെയ്തില്ല. അപ്പൊ ഇവരെ സഭയിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. ഇവരെ കൃത്യമായിട്ട് സഭയിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. ഈ 30 MLA-മാരെ അവരുടെ കുടുംബാംഗങ്ങളെ അവർ ശപിക്കപ്പെട്ടവരാണ്, അവരവരുടെ കുടുംബാംഗങ്ങളും ശപിക്കപ്പെട്ടവരാണ്. ഫ്യൂച്ചറിൽ അവരും അവരുടെ കുടുംബാംഗങ്ങളും വഖഫിൽ പോയി ചേരും, ജിഹാദിയാവും. ഈ 8 MP-മാരുടെയും 30 MLA-മാരുടെയും കുടുംബാംഗങ്ങളും നശിച്ചു തൊലഞ്ഞു വഖഫാവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് സഭാമക്കളും സഭയിലെ എല്ലാ ആൾക്കാരും മെത്രാന്മാരും അച്ഛന്മാരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവർ ചെയ്ത ചതിവ് എത്രത്തോളം വലുതാണെന്ന്. കോടതി വിധി വന്നിട്ട് പോലും ഇവര് സഭയോട് ക്ഷമ പറയാൻ തയ്യാറാകുന്നില്ല. കോടതി വിധി വന്നിട്ട് ഇവര് ക്രിസ്ത്യാനികളോട് ക്ഷമ പറയാൻ തയ്യാറാകുന്നില്ല. കോടതി വിധി വന്നിട്ട് ഇവര് രാഷ്ട്രത്തോട് ക്ഷമ പറയുന്നില്ല. വലിയ തിന്മയാണ് ഈ 8 MP-മാരും 30 MLA-മാരും അവരുടെ കുടുംബാംഗങ്ങളും കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇനി അവരുടെ അനുയായികളെല്ലാം ജിഹാദിയുടെ വോട്ട് വാങ്ങിച്ച് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പിടിക്കാൻ നടക്കുകയാണ്, അതും വഖഫാക്കാൻ നടക്കുകയാണ്. അപ്പൊ ഈ മുഹമ്മദ് ഖാ ദൂഖാൻ എന്ന് പറഞ്ഞ് പപ്പു ഖാനും പിങ്കി ഖാനും മമ്മി ഖാനും കൂടെ നടന്നുകൊണ്ടിരുന്നത് കൃത്യമായിട്ട് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഭൂമി പിടിച്ചെടുത്ത് വഖഫാക്കാനായിരുന്നു എന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നു.
രാജ്യത്തിന്റെ ചെലവിൽ ജിഹാദികൾക്ക് ജീവിക്കാനുള്ള പരിപാടി, ജോലി പിടിച്ചെടുക്കാനുള്ള പരിപാടിയായിരുന്നു. ഇവിടെ കേരളത്തിൽ അതിന്റെ പേരിൽ 80-20 സ്കോളർഷിപ്പ് വന്നപ്പോൾ ഇതേ ഹൈക്കോടതി തന്നെ വിധിച്ചതാണ് ക്രിസ്ത്യാനിക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് കഴിഞ്ഞ 10 വർഷമായിട്ട് ജിഹാദികൾ തട്ടിയെടുത്തു എന്ന് കൃത്യമായിട്ട് കോടതി വിധിച്ചതാണ്. 60-40 കൊടുക്കേണ്ട സ്കോളർഷിപ്പ് 99-1 കൊടുത്തോണ്ടിരുന്നത്. ഇതേ തട്ടിപ്പ് തന്നെയാണ്, ഇതേ ടക്കിയ തട്ടിപ്പ് തന്നെയാണ് LDF-ഉം UDF-ഉം ജിഹാദിയും മീഡിയയും കേരള ഗവൺമെന്റും കൂടെ കഴിഞ്ഞ 10 വർഷമായിട്ട് 15 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റും ഇതേ കള്ളത്തരം തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഹൈക്കോടതി ഈ സ്കോളർഷിപ്പിലെ കള്ളത്തരം ജിഹാദികളുടെ പിടികൂടി, വഖഫിലെ കള്ളത്തരം പിടികൂടി, ഇവരുടെ പിടികൂടുന്നത് മൊത്തം കള്ളത്തരമാണ്. അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ഗവൺമെന്റിനെ ആദ്യം തിരുത്തണം. കേരള ഗവൺമെന്റ് ഈ വിധി അനുസരിച്ച് അവർക്ക് ടാക്സ് അടയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയുടെ അവകാശം തിരിച്ചു കൊടുക്കണം. അതുപോലെ ഈ സ്കോളർഷിപ്പ് 60-40 ക്രിസ്ത്യാനിക്കും കൂടെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. സഭാധികാരികളും മെത്രാന്മാരും പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഈ സഭയിൽ നിന്നും അവരെ പുറത്താക്കാനുള്ള സംവിധാനം ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ ഇനിയും അവർ വഖഫും പൊക്കിക്കൊണ്ട് വരും. ഇനി ഒരു പ്രാവശ്യവും കൂടി അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. പപ്പു ഖാൻ ഇനി അധികാരത്തിൽ വന്നാൽ വീണ്ടും വഖഫ് തിരിച്ചു വരും. ഈ സ്വത്തെല്ലാം വീണ്ടും വഖഫാവും. അങ്ങനെ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്ത്യയിൽ. ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസോ ലീഗോ LDF-ഓ അടങ്ങുന്ന ഇന്ത്യ അലയൻസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ വീണ്ടും ഇത് വഖഫാക്കും. കാരണം ഇവര് 1954-ലും 95-ലും 2013-ലും 3 നിയമങ്ങൾ വഴിയാണ് ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെയും ഭൂമി മൊത്തം പിടിച്ചെടുത്തത്. മൻമോഹൻ സിംഗ് 2013-ൽ പാർലമെന്റിൽ ഈ ബില്ല് പാസ്സാക്കിയിട്ട് പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ സ്വത്തുക്കളും വഖഫാണ്, ഇന്ത്യ മൊത്തം വഖഫാണ്, ഇന്ത്യയിലെ മുഴുവൻ സ്വത്തുക്കളുടെയും അധികാരി ജിഹാദിയാണെന്ന് പാർലമെന്റിന്റെ അകത്ത് പ്രസ്താവിച്ചു. ഇപ്പം ഈ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ബലരാമൻ പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഈ നിയമങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ അപകടം വളരെ വലുതാണ്. കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി LDF-കാരും UDF-കാരും വരുമ്പം കൃത്യമായിട്ട് അവനോട് ചോദിക്കുക, നീ വഖഫിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ, നീ എന്തിനാണ് വഖഫിനെ പിന്തുണച്ചത്? കോടതി വിധിച്ചിട്ടും വീണ്ടും വഖഫിന്റെ പുറകെ തൂങ്ങി നടക്കുന്നത് എന്തിനാണ്? അതുപോലെ ഇനി ഏതെങ്കിലും ജിഹാദി നിങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വരുമ്പോൾ ചോദിക്കുക, 1 വർഷമായിട്ട് വഖഫ് ചർച്ച നടത്തുന്നു, കേരളത്തിലെ 1 കോടി ജിഹാദിയിൽ ആരെങ്കിലും സത്യം പറഞ്ഞോ? ആരെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടോ? ഈ മതേതരത്വവും സഹജീവി സ്നേഹവും വിശ്വമാനവികതയൊക്കെ പറയുന്ന ജിഹാദി അവൻ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത, അവന് യാതൊരു ക്ലെയിമും ഇല്ലാത്ത ഒരു ഭൂമി, പാവപ്പെട്ട ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ കൂടെ അല്ലേ ഈ 1 കോടി ജിഹാദി നിന്നത്? സത്യം പറയുന്ന ഒരു ജിഹാദി പോലും കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഹൈക്കോടതി വിധിയോടെ അടിവരയിട്ടിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്ന ഒരു മതത്തിന്റെ പേരിൽ നടന്ന കൊള്ളസംഘം എന്നാണ്. ഈ മതത്തിന്റെ പേരിൽ 1400 വർഷമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കൊള്ളസംഘമാണ്. ഹാഗ സോഫിയ അടക്കം ഞങ്ങളുടെ പള്ളി അടക്കം കൊണ്ടുപോയിരിക്കുകയാണ്. ഏകദേശം 60ഓളം ക്രിസ്ത്യൻ രാജ്യങ്ങൾ വഖഫാക്കി അവിടുത്തെ മുഴുവൻ പള്ളികളും പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവര് നടത്തുന്ന കള്ളത്തരം ഇത് വലിയ ദൈവാനുഗ്രഹമാണ്. ആൾക്കാരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി, കേരളത്തിലെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയുള്ള കോടതി വിധിയാണിത്. ഇത് എല്ലാ വീട്ടിലും എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ BJP ചെയ്യേണ്ടത്. ഈ കോടതി വിധിയും ഈ വഖഫ് ബില്ലിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും എത്തിക്കുക. ഇനി നരേന്ദ്രമോദിയുടെ ബില്ലാണ് കേരളത്തിലെ ക്രിസ്ത്യാനിയെ രക്ഷിച്ചത്. നരേന്ദ്രമോദിയുടെ ബില്ലാണ് കേരളത്തിൽ ക്രിസ്ത്യാനിയെ രക്ഷിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പള്ളിയും പോയേനെ, അവിടുത്തെ സ്ഥലവും പോയേനെ, കംപ്ലീറ്റ് സാധനം പോയേനെ, ബാക്കിയുള്ളവരുടെ സ്ഥലവും പോയേനെ. അപ്പോൾ ഇതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. സരി, നരേന്ദ്രമോദിയെയും കേന്ദ്ര ഗവൺമെന്റിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം ഞാൻ ഒരിക്കൽ കൂടെ കേരളത്തിലെ ക്രിസ്ത്യൻ MP-മാരെ MLA-മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ശപിച്ചു തള്ളുന്നു. അവരെ ശപിച്ചു തള്ളണമെന്ന് പള്ളിയിൽ നിന്നും കേരളത്തിലെ 8 ക്രിസ്ത്യൻ MP-മാരെയും 30 MLA-മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പള്ളിയിൽ നിന്നും ശപിച്ചു തള്ളണമെന്ന് കേരളത്തിലെ എല്ലാ മെത്രാന്മാരോടും അച്ഛന്മാരോടും വിനീതമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നത് വലിയ കൊള്ളയാണ് ഒരു മതത്തിന്റെ പേരിൽ നടന്നിരിക്കുന്നത് എന്നാണ്. ഇത്തരത്തിൽ കൊള്ള സങ്കേതങ്ങൾ തുറക്കാൻ, ഇത്തരത്തിൽ ഭൂമി തട്ടിപ്പുകളൊക്കെ നടത്താൻ ആർക്ക് ഇവർക്ക് അനുവാദം കൊടുത്തു, അല്ലെങ്കിൽ ആരൊക്കെ ഇവർക്ക് കുട പിടിച്ചു എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റാൻലി സാർ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ ഭൂമി സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ അവർക്ക് സംരക്ഷണ കവചമൊരുക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബില്ലാണ് എന്ന കാര്യം വിസ്മരിക്കരുത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സോ മച്ച് സ്റ്റാൻലി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.